നമസ്കാരം. തത്വമയി ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് കേന്ദ്ര സർവകലാശാല കേരളത്തിൻ്റെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറും സാമൂഹിക നിരീക്ഷകനുമൊക്കെ ആയിട്ടുള്ള ഗോപകുമാർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാർ. നമ്മുടെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, വിലയിരുത്തലുകൾ ധാരാളമായി വരുന്നു. പക്ഷേ ഒരു ആധികാരികമായ വിലയിരുത്തലുകൾ സാറിൻ്റെ നാവിൽ നിന്ന് കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം സാറ് വിലയിരുത്തുന്നത് വളരെ വളരെ കൃത്യതയുള്ള ഒരു വിലയിരുത്തലാണ്. കഴിഞ്ഞ മുൻകാല അനുഭവങ്ങളിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്നുള്ളൊരു കാര്യമാണ്. സാർ, എങ്ങനെയായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകുന്നൊരു പൊതുചിത്രം എങ്ങനെയായിരിക്കും സാർ? നാളെ വൈകുന്നേരത്തോടുകൂടി എക്സിറ്റ് പോൾ റിസൾട്ടുകൾ വരും. അപ്പോൾ അത് വരുമ്പോൾ നമുക്ക് ഏതാണ്ടൊരു സൂചന കിട്ടും. സാധാരണ എക്സിറ്റ് പോളുകളുടെ ഡേറ്റയിൽ വലിയ വ്യത്യാസം വരാറില്ല. ഏറ്റവും സർവേകളിൽ ഏറ്റവും വസ്തുതയുമായിട്ട് അടുത്ത് നിൽക്കുന്നത് എക്സിറ്റ് പോളുകളാണ്. കാരണം വോട്ട് ചെയ്ത് കഴിഞ്ഞ് പുറത്തു വരുന്നവരെ കൈയോടെ തന്നെ കാണുകയും ഇൻ്റർവ്യൂ ചെയ്യുകയും ചെയ്യുന്നൊരു പ്രതീതിയാണ്. അപ്പോൾ അതിനകത്ത് തീർച്ചയായിട്ടും ഒബ്ജക്റ്റിവിറ്റി വളരെ കൂടുതലാണ്. ഇക്കാലത്തിനിടയിൽ നടന്ന സർവേകളെക്കുറിച്ചൊന്നും പറയാതിരിക്കുന്നതാണ് ഭേദം. കാരണം മത്സരിച്ച് രാഷ്ട്രീയ പാർട്ടികളും മാധ്യമങ്ങളുമെല്ലാം സർവേ എന്നുള്ള പേരിട്ട് അതിനൊരു വ്യവസായമാക്കി നശിപ്പിച്ചു എന്ന് തന്നെ ഞാൻ വിമർശിക്കേണ്ടി വരുന്നു. കാരണം എങ്ങനെയാണ് സർവേ ചെയ്യണമെന്നൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ഒരുപാട് സർവേകൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ചെയ്ത സർവേകൾ അക്കാഡമിക് സർവേ ആയതുകൊണ്ട് മാധ്യമ സർവേയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായൊരു സർവേ ആയിരുന്നു. അപ്പോൾ ഇനി വരാൻ പോകുന്ന ഇത്തവണ ഞങ്ങൾ സർവേ ചെയ്യാനുള്ള സാഹചര്യമൊന്നും എനിക്കില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. പക്ഷേ ഒരു രാഷ്ട്രതന്ത്ര വിദഗ്ധൻ എന്നുള്ള നിലയിൽ കേരള രാഷ്ട്രീയം, എൻ്റെ ചരിത്രവും ആനുകാലികമായ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും തിരഞ്ഞെടുപ്പുകളെ അടുത്ത് നിന്ന് കാണാൻ ശ്രമിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും അക്കാദമികപരമായ ചർച്ചകൾ മറ്റുള്ളവരുമായിട്ടും മനസ്സിലാക്കി ജനങ്ങളുടെ ഫീൽ എന്താണെന്ന് ശ്രദ്ധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് വളരെ വാശിയേറിയൊരു മത്സരമായിരുന്നു. 3 മുന്നണികൾ വളരെ ശക്തമായിട്ട് മത്സരിച്ച് പോളിംഗ് ശതമാനം വർദ്ധിച്ചതിന് അത് മാത്രമല്ല കാരണം എന്നറിയാം. ഒരു പക്ഷേ SIR വിജയകരമായി പൂർത്തിയാക്കിയതാണ് അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയും. പിന്നെ 3 മുന്നണികൾ മത്സരിച്ചു എന്നുള്ളതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഭരണവിരുദ്ധ വികാരവും കൂട്ടി വായിക്കുമ്പോൾ പോളിംഗ് ശതമാനം വർദ്ധിച്ചതിൻ്റെ 3 പ്രധാനപ്പെട്ട കാരണങ്ങൾ. അതിൽ ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് ഞാൻ SIRന് തന്നെ കൊടുക്കും. എന്തായാലും ഈ 3 കാരണങ്ങൾ ആയിരിക്കണം കേരളത്തിലെ 3ാമത്തെ ബെസ്റ്റ് പോളിംഗ് ആണ്. 1960-ലാണ് 85% പോൾ ചെയ്തത്. 1987-ൽ 80% പോൾ ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് അതിനടുത്ത് വന്നു നിൽപ്പുണ്ട്. 79.5 ആയിക്കഴിഞ്ഞു. സർവീസ് വോട്ടുകളുടെ കണക്ക് ഇപ്പോഴും തീർന്നിട്ടില്ല. ചിലപ്പോൾ ഇലക്ഷൻ കഴിയുമ്പോൾ 80% ഔപചാരികമായ ഡിക്ലറേഷൻ വരും. എനിവേ വി ആർ തേർഡ് നൗ എന്ന് പറയാം കേരളത്തിൻ്റെ ചരിത്രത്തിൽ. അപ്പോൾ അതൊക്കെ കാണിക്കുന്ന എന്താണെന്ന് നോക്കിയാൽ തീർച്ചയായിട്ടും ഒരു ഭരണമാറ്റത്തിൻ്റെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അത് കേരള രാഷ്ട്രീയത്തിൽ ശക്തമായ പരമ്പരാഗതമായ 2 മുന്നണികളാണ് LDFും UDFും. 3ാമത്തെ മുന്നണി NDA ഉയർന്നു വരുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ടുള്ള പ്രയത്നത്തിൻ്റെ ഫലമായി NDAയ്ക്കും ജനകീയത വർദ്ധിച്ചു വരുന്ന ഒരു രാഷ്ട്രീയമാണ് കാണുന്നത്. അത് ഈ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ റിസൾട്ട് വരുമ്പോൾ അതും കൂടെ കാണാം. എന്നാലും ഞാൻ മുൻതൂക്കം കാണുന്നത് UDFന് തന്നെയാണ്. UDFന് നേരിയ ഭൂരിപക്ഷം കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJPക്ക് ഒരു എത്ര സീറ്റ് വരെ ഇത്തവണ കിട്ടാൻ, NDAക്ക് എത്ര സീറ്റ് വരെ ഈ തവണ കിട്ടാൻ സാധ്യതയുണ്ട് സാർ? ഞാൻ പരമാവധി 5 സീറ്റുകളാണ് പറയുന്നത്. 5 സീറ്റുകൾ. ഈ 5 സീറ്റുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തുള്ള നേമവും കഴക്കൂട്ടവും ആ 2ൽ തീർച്ചയായിട്ടും പെടും. പാലക്കാട് തീർച്ചയായിട്ടും ഉറപ്പുള്ള ഒരു മണ്ഡലമായിട്ട് നമുക്ക് പറയാം. പിന്നെ പ്രതീക്ഷിക്കുന്ന മഞ്ചേശ്വരമാണ്. പിന്നെ കൊല്ലത്തിനടുത്തുള്ള കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ. ഈ 5 സീറ്റുകളാണ്. എങ്കിൽ പോലും നമുക്ക് BJPക്ക് പ്രതീക്ഷ വയ്ക്കുന്ന സീറ്റുകളിൽ കാട്ടാക്കടയുണ്ട്. ഞാൻ വട്ടിയൂർക്കാവിനേക്കാൾ കാട്ടാക്കടയ്ക്ക് വലിയ പ്രസക്തി കാണുന്നുണ്ട്. പിന്നെ ആറ്റിങ്ങലിൽ നല്ല കാട്ടാക്കട ഇടതുപക്ഷത്തിന് കിട്ടില്ല, ലഭിക്കില്ല എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങൾ അവർ വന്നതായിട്ട് അത് ഏതാണ്ട് ഉറപ്പായി. അതുകൊണ്ടാണ് കാട്ടാക്കടയ്ക്കൊരു പ്രതീക്ഷ കാണുന്നത്. പക്ഷേ അവിടെ കോൺഗ്രസിന്റെ സാന്നിധ്യവും വളരെ ശക്തമാണ്. അവിടെ മത്സരം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ബിജുവും BJPയുടെ സ്ഥാനാർത്ഥി കൃഷ്ണദാസും നേരിട്ടുള്ള മത്സരമായി ഭരണവിരുദ്ധ വികാരം
LDFിനെ 3-ാം സ്ഥാനത്തേക്ക് എത്തിച്ചിരിക്കും. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ പൊതുവെ BJP വളരെ ശക്തമാണ്. പിന്നെ ചാത്തന്നൂറും വളരെ ശക്തമാണ്. അതെ, ആറ്റിങ്ങൽ അതുപോലെ പ്രതീക്ഷിക്കാവുന്നൊരു മണ്ഡലമാണ്. കാസർഗോഡും നല്ല മത്സരം കാഴ്ചവെച്ചു. ഇത്തവണ ഈ തിരഞ്ഞെടുപ്പിൽ BJPക്ക് വരുന്ന ഒരു അഡ്വാൻറ്റേജ്, പരമ്പരാഗതമായി LDF UDFിനെ സഹായിക്കുന്ന ക്രോസ് വോട്ടിംഗ് ഇല്ല, UDF LDFിനെ സഹായിക്കുന്ന ക്രോസ് വോട്ടിംഗ് ഇല്ല. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ തവണ നേമത്ത് കുമ്മനം രാജശേഖരൻ തോക്കാൻ കാരണം ക്രോസ് വോട്ടിംഗ് വന്നിട്ടാണ്. അപ്പോൾ അങ്ങനെ ആ ക്രോസ് വോട്ടിംഗ് നടക്കുകയാണെങ്കിൽ BJPയെ ചെക്ക്മേറ്റ് ചെയ്യാൻ പറ്റും. ഇത്തവണ അങ്ങനെ പറ്റാത്തതിൻ്റെ കാരണം രണ്ട് കൂട്ടർക്കും, LDFിനും UDFിനും ഭരണം പിടിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. LDFിന് ഭരണം നിലനിർത്തണം, UDFിന് ഭരണം തിരിച്ചു കിട്ടണം 10 വർഷത്തിന് ശേഷം. അതുകൊണ്ട് അവർക്കൊരു റിസ്ക് എടുക്കാൻ വയ്യ. അതുകൊണ്ട് അവരുടെ വോട്ടുകൾ അവരുടെ കീശയിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മൂന്നാം മുന്നണിക്ക് ശക്തമായ ഈ പറഞ്ഞ മണ്ഡലങ്ങൾ, ഇതല്ലാതെ ഒരുപാട് മണ്ഡലങ്ങൾ നമുക്ക് പറയാനുണ്ട്. ഒരു 20ഓളം മണ്ഡലങ്ങളിൽ BJPക്ക് ശക്തമായ സാന്നിധ്യം, 2ാം സ്ഥാനത്ത് തന്നെ വരാൻ സാധ്യതയുള്ള ഒരു ഇലക്ഷനാണ്. പക്ഷേ വിജയിക്കാൻ 3 തൊട്ട് 5 സീറ്റുകളാണ് ഞാൻ പരമാവധി കാണുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലൊരു മറ്റൊരു പ്രത്യേകത, ഈ SDPI ജമാഅത്തെ ഇസ്ലാമി ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് എടുത്ത് മുന്നോട്ട് വന്നു എന്നുള്ളതാണ്. ഇവരുടെ ഈ സാന്നിധ്യം എന്തെങ്കിലും തരത്തിലുള്ളൊരു മാറ്റം, ഏറ്റക്കുറച്ചിലുകൾക്ക് ഒരു കാരണമാകുമോ? അതെ, അതിനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടായിരുന്നു, മനസ്സിലാക്കിയിരുന്നു. ഉദാഹരണമായിട്ട് നേമത്ത് തന്നെ SDPയുടെ വോട്ടുകൾ കൃത്യമായിട്ട് ശിവൻകുട്ടിക്ക് ലഭിച്ചു. അങ്ങനെ വരുന്നത് ഒരു ചെറിയൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുമെങ്കിലും നേമത്തെ മൊത്തത്തെ അവിടുത്തെ ഡെമോഗ്രഫിയും അവിടുത്തെ രാഷ്ട്രീയ പശ്ചാത്തലവും എല്ലാം കൂടെ നോക്കുമ്പോൾ അതിനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ളൊരു ലീഡ് നേമത്ത് BJPക്ക് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നേമത്ത് പറയുമ്പോൾ മഞ്ചേശ്വരത്ത് മറ്റൊരു കഥയാണുള്ളത്. മഞ്ചേശ്വരത്ത് ഇടതുപക്ഷത്തിൻ്റെ വോട്ടുകളിലേക്ക് SDPയുടെ വോട്ട് ചെന്നാൽ തീർച്ചയായിട്ടും സുരേന്ദ്രന് ഗുണം ചെയ്യും, BJPക്ക് ഗുണം ചെയ്യും. അപ്പോൾ ഇത് രണ്ട് രീതിയിലുണ്ട്. മുസ്ലിം ലീഗിന് അപ്രമാദിത്വമുള്ള മണ്ഡലങ്ങൾ കേരളത്തിലുള്ളത് ഉത്തര കേരളത്തിലാണ്. നമുക്കറിയാം, മലപ്പുറം, കാസർഗോഡ്, കോഴിക്കോട്, കുറച്ച് വയനാട്, ചെറിയ രീതിയിൽ പാലക്കാട്, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ പ്രധാനപ്പെട്ടത് മലപ്പുറവും കാസർഗോഡും കോഴിക്കോടും തന്നെയാണ് പ്രധാനമായിട്ട്. പക്ഷേ ഇത് മുസ്ലിം ലീഗിൻ്റെ വോട്ടുകൾക്കുള്ള ആ ഒരു മോഡറേറ്റ് അപ്രോച്ച് അല്ല SDPIക്കും ജമാഅത്തെ ഇസ്ലാമിക്കും. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമി വ്യക്തമായിട്ട് ഇത്തവണ UDFിൻ്റെ കൂടെയാണെന്ന് പറയും. പക്ഷേ ലീഗിന് പോലും ഇപ്പം കാര്യമായൊരു വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് എന്നാണ്, ലീഗിൻ്റെ സ്വഭാവത്തിൽ പോലും ഒരു കാര്യമായി. കാരണം അവർ ഈ ഇമ്രാൻഖാനെയൊക്കെ അവരുടെ തീം സോങ്ങിലൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കുറച്ച് നാൾ മുന്നേ തീം സോങ് ഒക്കെ ഇറക്കിയിരുന്നു. അതായത് പാകിസ്ഥാൻ്റെ പ്രസിഡന്റിനെ ഒരു തീം സോങ്ങിൽ കൊണ്ടുവരിക, മുസ്ലിം ലീഗിൻ്റെ അതെ പാർട്ടിയോ മുസ്ലിം ലീഗ്. അപ്പോൾ അത് അവരുടെ ഒരു ക്യാരക്ടർ ഷിഫ്റ്റിനെ നമുക്ക് അടയാളപ്പെടുത്തുന്ന ഒരു സംഭവമല്ലേ. കാരണം ഇമ്രാൻഖാനെ തീം സോങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാൽ UDFിൻ്റെ കോൺഗ്രസിൻ്റെ തന്നെ നേതാക്കൾ ഇപ്പോൾ നെഹ്റുവിനെ ഉൾപ്പെടുത്തിയിട്ടില്ല, ഗാന്ധിയെ തീർത്തും അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെ ഇമ്രാൻഖാനെ കൊണ്ടുവന്ന് അവർ നിർത്തിയിട്ടുണ്ട്, മറ്റു പല നേതാക്കന്മാരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സാന്നിധ്യം ഞാനിത് കണ്ടില്ല, ഈ സോങ് കണ്ടില്ല. എനിക്കൊരു അറിവാണ്. പൊതുവിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ മുന്നണി രാഷ്ട്രീയത്തിൽ വന്നതിൻ്റെ ഒരു വലിയ പാരമ്പര്യവും ചരിത്രവുമുണ്ട്. അതിൻ്റെ ചില അക്കോമഡേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് അവർക്കുണ്ട്. ആദ്യമായിട്ട് അധികാരം കിട്ടുന്നത് 60-ലാണ്. പക്ഷെ അന്ന് സ്പീക്കറായിട്ട് കുറച്ച് നാൾ ഇരുന്നതേ ഉള്ളൂ. 67-ന് ശേഷം നിരന്തരമായി അധികാരം കിട്ടി. കഴിഞ്ഞ 10 വർഷമായിട്ടില്ല. എപ്പോഴൊക്കെ UDF വരുമോ അപ്പോഴൊക്കെ ഭരണം ലീഗിനുണ്ട്. അത് ശക്തമായ പോർട്ട്ഫോളിയോകൾ അവരുടെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, അതനുസരിച്ചൊരു വലിയൊരു കേഡർ അവർക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു. പക്ഷേ നമ്മൾ കാണുന്നത് 80s അവസാന കാലഘട്ടത്തിന് ശേഷമാണ് രാജ്യത്തൊട്ടുക്ക് തീവ്രവാദം വളരുന്നത്. ആ തീവ്രവാദ രാഷ്ട്രീയം വന്നപ്പോൾ മുസ്ലിം ലീഗിനകത്ത് വലിയ വെല്ലുവിളി ഉണ്ടായി. കാരണം അത് ഒരു ഇലക്ടറൽ പാർട്ടിയായി ഇരിക്കുകയും അതേ സമയം ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു പാർട്ടി ആയിരിക്കുകയും, ഇത് രണ്ടുമുണ്ട്. മതാടിസ്ഥാനത്തിലുള്ള പാർട്ടി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് മതവിശ്വാസം വളർത്താൻ ഉള്ള സാഹചര്യം തന്നെയാണ്. എന്നാൽ പാർലമെൻ്ററി പൊളിറ്റിക്സിലുള്ളപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു തീവ്ര സ്വഭാവം കൊണ്ടുവരാൻ പറ്റില്ല. പക്ഷേ തീവ്ര സ്വഭാവം കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് വന്നതിന് ശേഷം അത് കൂടുതൽ ശക്തി ആർജിച്ചത് 90s-ലാണ്. 90s-ന് ശേഷം അത് വർദ്ധിക്കുകയും 2001-ലെ പ്രത്യേകതകൾ നമ്മൾ കണ്ടതാണ്. അന്തർദേശീയ തീവ്രവാദം ശക്തമായതിനു ശേഷം ഇപ്പോൾ നമ്മുടെ കേരള രാഷ്ട്രീയത്തിലും വലിയ പ്രശ്നമുണ്ടായി. അയോധ്യയുടെ സംഭവത്തിന് ശേഷം രാജ്യത്തൊട്ടുക്ക് മുസ്ലിം തീവ്രവാദം ശക്തമായി എന്ന് പറയുന്നു. പക്ഷേ ലീഗിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര രീതിയിൽ അക്കോമഡേറ്റ് ചെയ്ത് മോഡറേറ്റായിട്ട് നിൽക്കുകയാണ്. അണികൾ എല്ലാവരും അത്തരത്തിലുള്ളൊരു സ്വഭാവക്കാരല്ല. ഞാൻ മുസ്ലിം ലീഗിനെ കുറിച്ച് പഠിക്കാൻ കുറച്ച് ശ്രമിച്ചിട്ടുണ്ട്. അത് ഒരു ദേശീയ പാർട്ടിയൊന്നുമല്ല,
കേരളത്തിനകത്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റ് പാർട്ടിയാണ്. എന്നാൽ അതിൻ്റെ റീജിയണൽ ഗ്രൗണ്ടിങ് നോക്കുമ്പോൾ ഉത്തര കേരളത്തിലാണ് അതിൻ്റെ വേരോട്ടം. ഞാൻ സാധാരണ ലേഖനങ്ങളിലും പുസ്തകങ്ങളിലും ഒക്കെ ഇതിനൊരു ഉപപ്രാദേശിക പാർട്ടിയായിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നുള്ള പേര് തന്നെ സമീപകാലത്ത് ശക്തമായതാണ്. ആദ്യകാലങ്ങളിലൊക്കെ മുസ്ലിം ലീഗ് എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ മുസ്ലിം ലീഗ് കാരണം ഇതിനൊരു ചരിത്രമുണ്ടല്ലോ, സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള അത് മാറി അതിന് ശേഷം റിവൈവ് ചെയ്തതാണ് ഇപ്പോഴുള്ള മുസ്ലിം ലീഗ്. അപ്പോൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. പിന്നെ അതനുസരിച്ച് അവർ ജനകീയത വർദ്ധിപ്പിക്കാൻ, ഇപ്പോൾ ഉദാഹരണമായിട്ട് വയനാട് നടന്ന പിന്നെ വെള്ളപ്പൊക്കത്തിന് ശേഷം അല്ലെങ്കിൽ അവിടുത്തെ എർത്ത്ക്വേക്കിന് ശേഷം തീർച്ചയായിട്ടും അവിടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാൻ സഹായം ചെയ്തു. അപ്പോൾ അതൊക്കെ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ അവർ കാണിക്കുന്ന അഡാപ്റ്റീവ് നേച്ചറാണ്. പക്ഷേ അതേസമയം ഇതിനകത്ത് തീവ്ര സ്വഭാവമുള്ളവരുണ്ടായിരിക്കാം, അവർ SDP ആയിട്ടോ ജമാഅത്തെ ഇസ്ലാമിയായിട്ടോ ഒക്കെ മാറിയിട്ടും ഉണ്ടാകും. അങ്ങനെ മാറുന്നത് ഉത്തര കേരളത്തിൽ കാസർഗോഡും മലപ്പുറത്തും ഒക്കെ ഉണ്ട്, അവർക്ക് വേരുകളുണ്ട് അത്തരം വിഭാഗങ്ങൾ. പക്ഷേ മുസ്ലിം ലീഗ് ആസ് സച്ച് അവർ പരിശ്രമിക്കുന്നത് കഴിയുന്നത്ര ഒരു കേരളത്തിൽ ശക്തമായ വേരോട്ടമുള്ള ഒരു മുസ്ലിം സമുദായം, കാരണം 28% ജനസംഖ്യയുള്ള ഒരു സമുദായത്തെ പ്രതിനിധീകരിക്കുന്ന ദൈവവിശ്വാസമുള്ള എന്നാൽ മോഡറേറ്റ് ആയിട്ടുള്ളൊരു അപ്രോച്ച് കാണിക്കുന്ന ഒരു പാർട്ടിയായിട്ടാണ്. ഇതെനിക്കൊരു അറിവാണ്, ഞാനിത് കണ്ടില്ല. അതെ, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തീം സോങ് അവർ അപ്പോൾ ഈ ഒരു രീതിയിൽ, അതായത് SDP-യുടെയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു സാന്നിധ്യം ഒരു ചെറിയ രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കുമെങ്കിൽ ഒരു കാര്യമായ ചലനം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കാൻ സാധ്യത കുറവാണ്. അല്ല, അങ്ങനെ സംഭവിക്കണമെങ്കിൽ മുസ്ലിം ലീഗ് വല്ലാതെ ക്ഷീണിക്കണം. അതുണ്ടാവാൻ വഴിയില്ല. കാരണം ഇത്തവണ ആകെ ലീഗിനുണ്ടായ ഒരു നഷ്ടം എന്ന് പറയുന്നത് യുദ്ധം കാരണം ഗൾഫിൽ നിന്ന് പ്ലെയിനുകൾ അതനുസരിച്ച് വരാൻ കഴിഞ്ഞില്ല. പക്ഷേ എന്നാലും അവിടുത്തെ ജനസംഖ്യയിൽ ശക്തമായ വേരോട്ടമുള്ളത് കൊണ്ട് അത് വിജയത്തിൻ്റെ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കില്ല. പക്ഷേ ഭൂരിപക്ഷത്തിൻ്റെ ക്വാണ്ടിറ്റി വോളിയം കുറയുന്നേ ഉള്ളൂ. ചില ആയിരക്കണക്കിന് വ്യത്യാസങ്ങൾ വരും. അവർ വിജയിക്കുന്നതൊക്കെ വലിയ സീറ്റുകളിലാണ്, വലിയ വോട്ടുകളിലാണ്. അതിൻ്റെ വോട്ടുകളുടെ എണ്ണത്തിൽ കുറച്ച് കുറയുമെങ്കിലും അത് കഴിഞ്ഞുള്ള കുഴപ്പമുണ്ടാവില്ല. പക്ഷേ അങ്ങനെ നോക്കുമ്പോൾ ലീഗിന് അതിൻ്റെ ഒരു ശക്തി ഉണ്ട്. SDP അതനുസരിച്ച് മുസ്ലിം ലീഗിനെ നേരിടാൻ പറ്റുന്നൊരു പാർട്ടിയൊന്നും അല്ല. ചില മണ്ഡലങ്ങളിൽ അവർക്ക് മലബാറിലൊക്കെ 10,000 വോട്ട് കിട്ടുന്ന സോഴ്സസ് ഉണ്ട്. പക്ഷെ അത് മതി ഇടതുപക്ഷത്തെ ചില കാര്യങ്ങളിൽ ജയിപ്പിക്കാൻ. പക്ഷെ അതുകൊണ്ടാണ് മറുവശത്ത് UDF ജമാഅത്തെ ഇസ്ലാമിയും കൊണ്ടു നിർത്തുന്നത്. അപ്പോൾ അവർ തമ്മിൽ ബാലൻസ് ചെയ്തു. പക്ഷേ ഇത് കേരളത്തിൽ ഇത് കാരണം BJPക്ക് ഒരു ക്ഷീണമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഇത് കാരണം ഇതുകൊണ്ട് മാത്രം നേട്ടം LDFനുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. BJP സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചൊരു ഹിന്ദു വോട്ടുകൾ ഈ ഏകീകരിക്കാൻ അത് കാരണമാണ്. കാരണം ഭരണം മുസ്ലിം ലീഗിന് അപ്പുറം മുസ്ലിമിൻ്റെ കൂടെ ജമാഅത്തെ ഇസ്ലാമി UDFലുണ്ട്, ഇപ്പുറത്തെ SDP ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു പരിധിവരെ വോട്ടുകൾ ഏകീകരിക്കാൻ BJP സഹായിക്കും. ഇവിടുന്ന് നമുക്ക് 5 സീറ്റ് സാർ BJP NDAക്ക് പ്രതീക്ഷിക്കുന്നു. സാർ, ഇത് എങ്ങനെയായിരിക്കും ഈ ഒരു ഭരണമാറ്റം എങ്ങനെയായിരിക്കും? അത് ആർക്ക് അനുകൂലമാകാനാണ് കൂടുതൽ സാധ്യത? അല്ല, കൂടുതൽ സാധ്യത UDFന് തന്നെയാണ്. ഞാൻ ഒരു UDFനൊരു വലിയൊരു നേട്ടമുണ്ടാകുമെന്ന് കരുതുന്നില്ല. കാരണം കേരള രാഷ്ട്രീയത്തിന് പരമ്പരാഗതമായ ഒരു ബൈപ്പോളാർ പശ്ചാത്തലമുണ്ട്. 2 പ്രധാനപ്പെട്ട മുന്നണികൾ ഒരു 40%, 38% അല്ലെങ്കിൽ 42-40 ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു മത്സരമാണ്. അപ്പോൾ അതിനകത്ത് BJP NDA ശക്തിയായിട്ട് വളർന്നു വന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു 18% BJPക്ക് ലഭിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. സീറ്റുകൾ എത്രയായാലും 18%-ൽ താഴോട്ട് പോയ BJPക്ക് അത് വലിയ ക്ഷീണമായിരുന്നു. അപ്പോൾ 18% ബേസ് നിലനിർത്തിയാൽ BJPക്ക് ഒരു ഫ്യൂച്ചറുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20% അടുത്തുണ്ടായിരുന്നു. അത് പഞ്ചായത്തിൽ നിലനിർത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അസംബ്ലിയിൽ അത് നിലനിർത്താൻ കഴിയണം, അതിനുള്ള സാധ്യതയുണ്ട്. കാരണം മുമ്പുള്ളതിനേക്കാൾ ആവേശം ഈ തിരഞ്ഞെടുപ്പിലുണ്ട്. സിസ്റ്റമാറ്റിക്കായിട്ട് വർക്ക് ചെയ്തു. പിന്നെ ദേശീയ തലത്തിലും BJP വളരുന്ന ഒരു പശ്ചാത്തലം, ദേശീയ നേതാക്കന്മാർ വന്ന് ക്യാമ്പയിൻ ചെയ്തു. അപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ അസംബ്ലി തിരഞ്ഞെടുപ്പ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ BJPയുടെ വളർച്ച നമ്മൾ 1980s തൊട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. 2% തൊട്ട് 20% വരെ എത്തി. അപ്പോൾ അസംബ്ലിയിലൊരു 18% നിലനിർത്തണം. പുതിയ നേതൃത്വമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ. അപ്പോൾ അതിൽ പോസിറ്റീവ് പൊളിറ്റിക്സ് ആണ്, വികസനം മാത്രം ചർച്ച ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയമാണ്. അപ്പോൾ അതിനൊരു ഫീഡ്ബാക്ക് ജനങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പോസിറ്റീവായി ഉണ്ടാകുമെന്ന് BJP പ്രതീക്ഷിക്കുന്നുണ്ട്. UDFന് അവർക്ക് അകത്തുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, അനൈക്യം, നേതൃത്വത്തിനകത്തുള്ള കൺഫ്യൂഷൻ,
അതായത് ആര് മുഖ്യമന്ത്രി ആകുന്നുള്ളത്. അത് ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അത് രൂക്ഷമായി കാണുന്നു. ഇലക്ഷന് മുമ്പായിരുന്നെങ്കിൽ അത് ഗവൺമെൻറ് UDFൻ്റെ സാധ്യതകളെ തന്നെ നശിപ്പിച്ചു. ഇപ്പോൾ വോട്ടുകളെല്ലാം പെട്ടിയിലായതുകൊണ്ട് അവർ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഈ ഫാക്ഷണലിസമാണ് UDFനെ വളർത്താത്തത്. പക്ഷേ ഇവിടെ UDFന് വലിയ സീറ്റുകൾ കിട്ടില്ല എന്ന് പറയാൻ കാരണം കോൺഗ്രസും മുസ്ലിം ലീഗും കഴിഞ്ഞാൽ വേറെ ഏത് പാർട്ടിയാണ് UDFൽ ശക്തം? നേരത്തെ കേരള കോൺഗ്രസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ കേരള കോൺഗ്രസ് 2 ഗ്രൂപ്പ് 2 സ്ഥലത്തായി. അതിൽ ജോസഫ് ഗ്രൂപ്പിനകത്ത് നേതാക്കന്മാരുണ്ടെങ്കിലും അണികൾ കുറവാണ്. മാണി ഗ്രൂപ്പ് ഇടതുപക്ഷത്തിലാണ്. അപ്പോൾ ആ നിലയ്ക്ക് ലീഗ് കഴിഞ്ഞാൽ വേറെ ആരുമില്ല. പിന്നെ കൊച്ചു കൊച്ചു നേതാക്കന്മാരേ ഉള്ളൂ. ചെറിയ ഇപ്പോൾ CMB ഒരു സീറ്റ് കിട്ടും, ഇപ്പോൾ KK രമയ്ക്ക് ഒരു സീറ്റ് കിട്ടും, അമ്പലപ്പുഴയിൽ സുധാകരന് ഒരു സീറ്റ് കിട്ടും. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു സീറ്റുകൾ കിട്ടുന്ന അവസ്ഥയല്ലാതെ അത് പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ഇതെല്ലാം കൂടെ 10 വരത്തുള്ളൂ. അതേസമയം ലീഗിന് ഉറപ്പായിട്ട് 20 കിട്ടും. അപ്പോൾ ഇവർ അങ്ങനെ ഇത് തന്നെ 30 ആയി കഴിഞ്ഞാൽ ഒരു 45 സീറ്റിനപ്പുറം കോൺഗ്രസിനും കിട്ടുമോ? ഞാൻ എത്ര ആലോചിച്ചിട്ടും 75-80 ഇതിനിടയ്ക്കാണ് UDFൻ്റെ കിട്ടാനുള്ള പരമാവധി കാണുന്നത്. അത് 80 വരില്ല എന്നാണ് എൻ്റെ തോന്നൽ. ഇവിടെ പലരും 100 സീറ്റ് 110 104 എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാൻ 80ക്ക് അപ്പുറം കാണുന്നില്ല. കാരണം LDF വളരെ സംഘടനാപരമായി അവരുടെ ശക്തി കുറഞ്ഞിട്ടില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എങ്കിലും അവരുടെ കൂടെ 11-12 പാർട്ടികളുണ്ട്. അത് ചെറുതും വലുതുമായ പാർട്ടികൾ അവരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കുന്നു. പിന്നെ പല MLA-മാർക്ക് സീറ്റ് തിരിച്ചു കൊടുക്കാൻ വീണ്ടും മത്സരിക്കാൻ അവസരം കൊടുത്തത് അവർക്കുള്ള പോസിറ്റീവ് എലിമെൻ്റ് കണ്ടാണ്. അപ്പോൾ ഒരുപക്ഷെ ഗവൺമെൻറ് വിരുദ്ധ വികാരം MLA വിരുദ്ധ വികാരം അല്ല എന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ അതുകൊണ്ട് ഇടതുപക്ഷം അങ്ങനെ അടിഞ്ഞു പോവുകയില്ല. തോൽക്കും, പക്ഷെ അടിഞ്ഞു പോവുകയില്ല. UDFന് ഭരണം കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. BJPക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സീറ്റ്. ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഡിവൈഡ് ചെയ്ത് പോകുമ്പോൾ ആന്റി ഇൻകുംബൻസി ഫാക്ടർ ഡിവൈഡ് ചെയ്തെന്ന് പറയുമ്പോൾ പ്രബലമായി BJP കയറി വരുന്നു, UDF മറുഭാഗത്ത് നിൽക്കുന്നു. അപ്പോൾ ഇൻകുംബൻസി ഫാക്ടേഴ്സ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആകുമ്പോൾ ആ ഒരു സിദ്ധാന്തം ഞാൻ വളരെയധികം ആലോചിക്കുകയും വിലയിരുത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവത്തിൽ ആന്റി ഇൻകംബൻസിയിൽ അത് സ്പ്ലിറ്റ് ആകുന്നത് യൂണിഫോമായിട്ടല്ല. ഒന്ന് ഡിവൈഡഡ് എന്ന് 50-50 അല്ല. പിന്നെ പല മണ്ഡലങ്ങളിലും UDFനുള്ള അഡ്വാൻറ്റേജ് BJPക്ക് ഇല്ല. പിന്നെ ചില മേഖലകളിൽ BJP ജയിക്കാനുള്ള സാധ്യതയുണ്ട്, അവിടെ UDF ഇല്ല. അപ്പോൾ ഈ 2 പാരാമീറ്റേഴ്സ് നോക്കുമ്പോൾ ഒരു 80:20, അത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒരു 80% UDFന് പോകുമ്പോൾ ഒരു 20% BJPക്ക് വരുന്നുള്ളൂ. അപ്പോൾ ആ 20% BJPക്ക് വരുന്നത് കൊണ്ട് കൂടെ ആയിരിക്കണം LDF വല്ലാണ്ട് ക്ഷീണിക്കില്ല, വല്ലാണ്ട് തകരില്ല. പക്ഷേ വ്യക്തമായിട്ട് സ്പ്ലിറ്റായി പോരുന്നെങ്കിൽ BJP അസേർട്ട് ചെയ്ത് വളർന്ന ഒരു 20% 24%-ത്തിനടുത്തൊക്കെ എത്തിയെങ്കിൽ യാതൊരു സംശയവുമില്ല LDFൻ്റെ ഭരണം തുടർ ഭരണം. അതുകൊണ്ട് ഭരണവിരുദ്ധ വികാരം ഈക്വലി സ്പ്ലിറ്റ് ആകുന്നില്ല. അതിൻ്റെ ലയൺ ഷെയർ കൊണ്ടുപോകുന്നത് സിംഹഭാഗം കൊണ്ടുപോകുന്നത് UDF ആണ്. ആ നിലയ്ക്കുള്ളൊരു ഇന്ത്യയുടെ വളർച്ച വന്നിട്ടില്ല. അതുകൊണ്ടാണ് LDF സാധ്യതയുണ്ട്. ഈ ഇലക്ഷനിൽ വെർഡിക്റ്റ് അതൊരു ക്രൂഷ്യലാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന് സീറ്റുകൾ ലഭിക്കുകയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 5 സീറ്റും 18% വോട്ടും മിനിമം കിട്ടിയാൽ NDAക്ക് ഒരു ഫ്യൂച്ചർ കേരളത്തിലുണ്ട്. അത് മാത്രമല്ല പിന്നീട് വരുന്ന UDFൻ്റെ ഭരണമാകുമ്പോൾ സ്വാഭാവികമായിട്ടും മുസ്ലിം ലീഗിൻ്റെ അപ്രമാദിത്വം വരും. അവിടെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കും, ഒരുപാട് മന്ത്രിമാരെ പിന്നെ അത് കഴിഞ്ഞ് അവരുടെ ഭരണം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും കൂടുതൽ കമ്മ്യൂണലായിട്ടുള്ളൊരു ഡിവൈഡ് വരും. അപ്പോൾ അതിനെ ഇടതുപക്ഷത്തിന് എത്ര ചെറുക്കാൻ കഴിയുമെന്നുള്ളൊരു സംശയം വരും. നാച്ചുറലി ആ ആസ്പെക്റ്റ് വരുമ്പോൾ BJPക്ക് ഒരു സാധ്യത, വളർച്ചയ്ക്കുള്ള സാധ്യത വരും. കൊല്ലം ജില്ലയിലടക്കം കഴിഞ്ഞ പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിന് വലിയ തിരിച്ചടിയാണ്. അവരുടെ സ്ട്രോങ് ഹോൾഡുകൾ ഉണ്ടായിരുന്ന ഇടങ്ങൾ പോലും ഒഴിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമ്മൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ കണ്ടതാണ്. ഏകദേശം സമാനമായ ഒരു അനുഭവം ഇവിടെയും ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് ശക്തിയുള്ള ചില മണ്ഡലങ്ങൾക്ക് വലിയ വ്യത്യാസം വരുന്നില്ല. അത് പഞ്ചായത്തിലെ ആറ്റിറ്റ്യൂഡ് അതുപോലെ അസംബ്ലിയിൽ ആവർത്തിക്കണമെന്നില്ല. ഇപ്പോൾ ചാത്തന്നൂർ നമ്മൾ നേരത്തെ സംസാരിച്ച് ചാത്തന്നൂർ വളരെ പ്രബലമായിട്ടുള്ള ഇടതുപക്ഷത്തിൻ്റെ ഒരു മണ്ഡലമാണ്. പുനലൂരും അതോടൊപ്പം തന്നെ ചവറ പോലുള്ള മേഖലകൾ ഇടതുപക്ഷത്തിൻ്റെ വളരെ ശക്തമായ സ്വാധീനമുള്ള ഈ മേഖലയിൽ BJP അവിടെ ജയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ ഒരു വലിയ പൊളിറ്റിക്കൽ ഷിഫ്റ്റ് അല്ലേ അത് സൂചിപ്പിക്കുന്നത്? BJPയുടെ വളർച്ച ഇടതുപക്ഷത്തിന് ദോഷമാണ് ചെയ്യുന്നത്. ഇടതുപക്ഷത്തിനെയാണ് ഏറ്റവും കൂടുതൽ. അതെ, BJPയുടെ വളർച്ച കാരണം നമുക്ക് വളരെ സിമ്പിളായിട്ട് അറിയാം.
ലെഫ്റ്റിൻ്റെ വോട്ടുകൾ സിംഹഭാഗവും ഹിന്ദു സമുദായത്തിൽ നിന്നാണ്. അത് പ്രത്യേകിച്ച് പിന്നെ OBC കമ്മ്യൂണിറ്റീസ്, ഈഴവ ഉൾപ്പെടെയുള്ള OBC കമ്മ്യൂണിറ്റീസ്. അപ്പോൾ പിന്നെ നായർ ഭാഗം ഏതാണ്ട് വലിയൊരു ഭാഗം BJPയിൽ എത്തിക്കഴിഞ്ഞു. ഇനി OBC ഭാഗവും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ അഫക്റ്റ് ചെയ്യുന്നത് ലെഫ്റ്റിനെയാണ്. കാരണം UDFനെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ ന്യൂനപക്ഷ ക്രോഡീകരണം നന്നായിട്ട് വന്നിട്ടുണ്ട്. മൈനോറിറ്റി കൺസോളിഡേഷൻ വരികയും ആ പോളറൈസേഷനിൽ ഇപ്പോൾ തീർച്ചയായിട്ടും 50% ശക്തിയുള്ള പ്രതിപക്ഷം ന്യൂനപക്ഷ സമുദായങ്ങളുള്ള സംസ്ഥാനമാണ് കേരളം. അപ്പോൾ 28% മുസ്ലിങ്ങളും 17% ക്രിസ്ത്യൻസും പിന്നെ ഒരു 5%-ത്തിനടുത്തുള്ള ദളിത് ക്രിസ്ത്യൻസും കൂടി ചേരുമ്പോൾ എൻ്റെ 49-50% വോട്ട് മൈനോറിറ്റീസിനുണ്ട്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആർക്ക് അനുകൂലമാണ്? UDFനാണ്. ഭരണവിരുദ്ധ വികാരം കൂടുതൽ ആർക്ക് അനുകൂലമാണ്? UDFനാണ്. അപ്പോൾ ഇവിടെയൊക്കെ BJPയുടെ വളർച്ച ആരെ ബാധിക്കുന്നു? ഹിന്ദു വോട്ടുകളെ ബാധിക്കുന്നു, അത് ലെഫ്റ്റിനെ ബാധിക്കുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഈ കൺക്ലൂഷനിൽ ഞാൻ എത്തുന്നത്. അല്ല, ഇതിപ്പം ഇപ്പോൾ ഈ സോഷ്യൽ എഞ്ചിനീയറിംഗ് ഈ ഇലക്ഷനിൽ ഇങ്ങനെയാണ്. പക്ഷേ ക്രിസ്ത്യൻ വോട്ടുകളിലേക്കുള്ള BJPയുടെ ഒരു വളർച്ചയുണ്ടല്ലോ. ഇപ്പോൾ പാലയിൽ വളരെ ശക്തമായൊരു സാന്നിധ്യമായിട്ട് ഷോൺ ജോർജ് മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പല മേഖലകളിലേക്കും ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളിലേക്കും മുമ്പ് അത്രയൊന്നും ഇല്ലാത്ത ഒരു രീതിയിൽ ഇപ്പോൾ കടന്നു കയറ്റുന്ന ഒരു സാഹചര്യം. അത് ആരെയായിരിക്കും ഏറ്റവും അധികം? അല്ല, അത് UDFനാണ്. ആ ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടി UDFനാണ് അത് ക്ഷീണം ചെയ്യുന്നത്. അത് LDFന് പാലയെ സംബന്ധിച്ചിടത്തോളം അത് ജോസ് കെ മാണിയാണ്. ജോസ് കെ മാണിക്ക് മണ്ഡലമാണ്. അത് ജോസ് കെ മാണിക്ക് ഗുണം ചെയ്യുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ FCRAയുടെ ക്രൈസിസ് വന്നപ്പോൾ അതുണ്ടാക്കിയ ഒരു വിവാദം തീർച്ചയായിട്ടും NDAക്ക് ഗുണം ചെയ്തില്ല എന്ന് മാത്രമല്ല, അത് പരോക്ഷമായിട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയെ ബാധിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും UDFനാണ് പാലാ മണ്ഡലം ഒരു മേൽക്കൈ. ശരിക്കും BJPക്ക് വളരാൻ ക്രൈസ്തവ സമൂഹത്തിൽ കഴിവുണ്ട്, അത് സാധ്യതയുണ്ട്. ഇനി ഫ്യൂച്ചറിൽ സാധ്യത വളരെയധികമുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് FCRAയുടെ ഒരു കോൺട്രവേഴ്സി വന്നു. വാസ്തവത്തിൽ FCRA ഒരു കമ്മ്യൂണിറ്റിക്ക് എതിരൊന്നുമല്ല. അതിൽ ഹിന്ദു സമുദായത്തിലെ അന്തർദേശീയ സംഘടനകളുടെ സംഭാവനകളെ പോലും അത് ചോദ്യം ചെയ്യുകയും അതെല്ലാം വരുമ്പോൾ അത് ഏതെങ്കിലും ഒരു റിലീജിയനെ ഉദ്ദേശിച്ചല്ല എന്നുള്ളത് വളരെ വളരെ വ്യക്തമാണ്. രാജ്യത്തിന്റെ സുരക്ഷിതത്വത്തിന് ആവശ്യമായൊരു നിയമമാണ്. ഈ പോപ്പുലർ ഫ്രണ്ടൊക്കെ 260 കോടി രൂപയെന്തോ ഈ അടുത്ത സമയത്ത് അവരുടെ തന്നെ ഒരു NGO വഴി തട്ടിയെടുത്തിട്ടുണ്ട്. കശ്മീരിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ NGO വഴി ഈ ഫണ്ട് നേടാൻ തന്നെ വേറെ മാനിപ്പുലേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മതത്തിലുള്ള ആൾക്കാരെയും അത് ബാധിക്കാതെ അത് അന്തർദേശീയ ഓവർസീസ് വിശ്വ ഹിന്ദു പരിഷത്ത് അങ്ങനെയുള്ള അമൃത ആനന്ദമയുടെ സംഘടനകൾ. അപ്പോൾ ഹിന്ദു സമുദായത്തിലെ സംഘടനകളും ക്രൈസ്തവ സമുദായത്തിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാം ഇന്ത്യയിലേക്ക് പണം ഫണ്ട് ചെയ്യുന്നത് ഡീപ് സ്റ്റേറ്റിൻ്റെ കോൺട്രവേഴ്സി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് സർക്കാരിന് അതിനെ നിയന്ത്രിക്കാതിരിക്കാൻ പറ്റില്ല. രാജ്യസുരക്ഷയ്ക്ക് വളരെ വളരെ അത്യാവശ്യമാണ്. വെളിയിൽ നിന്ന് വരുന്ന ഓരോ ഡോളറും സന്നദ്ധ സംഘടനകൾക്കാണെങ്കിൽ അത് കണക്ക് വച്ചേ പറ്റൂ. വ്യക്തികൾക്കാണ് വരുന്നതെങ്കിൽ നമുക്ക് ടാക്സ് പിടിക്കാം, അന്വേഷിക്കുകയും ചെയ്യാം. പക്ഷേ സന്നദ്ധ സംഘടനകൾക്ക് വരുമ്പോൾ ഗവൺമെൻറ് അന്വേഷിച്ചേ പറ്റൂ. പക്ഷേ ഇത് ആ ഇലക്ഷൻ സമയത്ത് അത് വല്ലാണ്ട് UDFന് അനുകൂലമാക്കുന്ന രീതിയിൽ രാഷ്ട്രീയം കൊണ്ടുവന്നു. അതുവരെ ഷോൺ ജോർജൊക്കെ നല്ലപോലെ പ്രവർത്തിച്ച് വലിയ നല്ല ഹൈപ്പ് ഉണ്ടായിരുന്നു. PC ജോർജിന് ഹൈപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അനൂപ് ആൻ്റണി വളരെ ഭാവിയുള്ളൊരു ചെറുപ്പക്കാരനാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. ഇനി BJPക്ക് വളരാൻ പറ്റുന്നൊരു മേഖല ക്രൈസ്തവ മേഖലയാണ്. അപ്പോൾ അവിടെ BJPക്ക് വിശ്വാസ്യത വർദ്ധിക്കേണ്ടതും ഭാവിയിലും ആവശ്യമാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ കാണുന്നത് എന്താണ്, BJP ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഉത്തരേന്ത്യയിൽ ഒരു വിവാദം ഉണ്ടാകുന്നത്. അത് ഇവിടുത്തെ ചാനൽ ചർച്ചകളിലൊക്കെ രൂക്ഷമായി വരികയും മനഃപൂർവ്വം തന്നെ അതിനെ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം അതോടെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് കൊണ്ട് ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് ക്രൈസ്തവ സമുദായം. ചിലപ്പോൾ മുമ്പ് എപ്പോഴെങ്കിലും നടന്ന ഒരു BJPയുമായിട്ടും ബന്ധമില്ലാത്ത സംഭവങ്ങൾ തന്നെ തിരികെ കയറ്റാറുണ്ട്. ഉത്തരേന്ത്യയിലെ രാഷ്ട്രീയം ഇവിടെ വല്ലാണ്ട് വിവാദമാക്കുന്നു. അത് NDAയുടെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും പാലായിലും ഒക്കെ വിജയസാധ്യത ഉണ്ടായിരുന്നു, തിരുവല്ലയിലും വിജയസാധ്യത ഉണ്ടായിരുന്നു. അനൂപ് ആൻ്റണി നന്നായിട്ട് വർക്ക് ചെയ്ത ആളാണ്. പ്രധാനമന്ത്രി വന്ന് അവിടെ ക്യാമ്പയിൻ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിലിപ്പോൾ UDFന് ആയിരിക്കും വിജയസാധ്യത. 85 സീറ്റ് 75-80 ഞാൻ എൻ്റെ ഒരു അസസ്മെൻറ്റ് 75-80 ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഭരണം നഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുക. എന്തെങ്കിലും ഒരു മാറ്റം, അതായത് അവർക്കൊരു എന്താ പറയുക, ഒരു പ്രശ്നങ്ങൾ ഉടലെടുക്കാനുള്ളൊരു സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും പിണറായി വിജയൻ്റെ ഒരു പ്രമാദിത്വത്തെ തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിന് തിരിച്ചടി വന്നാൽ തീർച്ചയായിട്ടും പിണറായി നയിച്ചിരുന്ന ഭരണത്തെയും പാർട്ടി അദ്ദേഹത്തിൻ്റെ കൺട്രോളിൽ വന്നതിന് ശേഷം അതിനുണ്ടായ അപജയങ്ങളുമെല്ലാം വിവാദമാകും.
അതിനകത്ത് വരാവുന്ന വിവാദങ്ങൾ ഒന്ന് അദ്ദേഹം ബന്ധുക്കളെ സഹായിച്ചു എന്നുള്ള ആരോപണം, മറ്റൊന്ന് കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് ലെഫ്റ്റ് ഒരുപാട് പോയി. അപ്പോൾ പരമ്പരാഗതമായ ഇടതുപക്ഷ ചിന്താഗതിയിൽ നിന്ന് മുതലാളിത്ത സംവിധാനത്തിലേക്ക് CPM മാറി. അതുകൊണ്ട് പാർട്ടിയിലെ കേഡർമാർ തന്നെയാണ് തോൽപ്പിച്ചത് എന്നുള്ളൊരു ഫീലിങ്ങും ക്രിറ്റിസിസവും വരാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അങ്ങനെ ചർച്ചകൾ വന്നു കഴിഞ്ഞു. വേറെ ആരുമല്ല, CPM കേഡേഴ്സ് തന്നെ പാർട്ടിയെ തോൽപ്പിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയും. അപ്പോൾ അതൊക്കെ കാണിക്കുന്നത് പരമ്പരാഗതമായി കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കുന്ന പലർക്കും ഇപ്പോൾ പാർട്ടി പോകുന്ന വഴിയെക്കുറിച്ച് സംശയവും വിരോധവും എതിർപ്പുമുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും ഒരു പക്ഷേ തോൽക്കുകയാണെങ്കിൽ ഭരണ നേതൃത്വ പ്രതിപക്ഷ നേതാവ് തന്നെ മറ്റൊരാളായും വരാൻ സാധ്യതയുണ്ട്. സാർ, ഇപ്പോൾ നമ്മൾ LDFൻ്റെ ഒരു നേതൃത്വത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ സംസാരിച്ചു. പക്ഷേ നേരെ മറിച്ച് UDFന് ഭരണം കിട്ടിയാലും അവിടെ നമ്മൾ മുൻ സൂചിപ്പിച്ചതുപോലെ അവിടെ രമേശ് ചെന്നിത്തലയുണ്ട്, ഇനി KC വേണുഗോപാലുണ്ട്, അതോടൊപ്പം തന്നെ VD സതീശനുണ്ട്. ഇങ്ങനെ മുഖ്യമന്ത്രിമാരുടെ ഒരു നീണ്ട നിര തന്നെ നമുക്ക് UDFൽ കാണാൻ പറ്റും. ഇത് ഒരു സംഘർഷത്തിലേക്ക് പോവുകയും അല്ലെങ്കിൽ ആ സംഘർഷത്തിൽ പോവുകയും അതോടൊപ്പം തന്നെ ആരായിരിക്കും ഇതിനെ വിജയിച്ച് മുഖ്യമന്ത്രിയാകാൻ കൂടുതൽ സാധ്യത? ഇപ്പോൾ തന്നെ ഇത് ഇലക്ഷൻ കഴിഞ്ഞ് ഇത്രയും ദിവസം വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിന്ന് ആര് മുഖ്യമന്ത്രിയാവണമെന്നുള്ള വിവാദം പുറത്തു വന്നു കഴിഞ്ഞു. അത് മാധ്യമങ്ങൾ സൃഷ്ടിച്ചതല്ല, പാർട്ടിക്കകത്ത് നിന്ന് പുറത്തേക്ക് വന്ന വാർത്തകൾ അതിന് മനസ്സിലാക്കി മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്തതാണ്. ഇക്കാര്യത്തിൽ മാധ്യമങ്ങളെ കുറ്റം പറയുന്നതിനകത്ത് യാതൊരു കാര്യമില്ല. കോൺഗ്രസ് പാർട്ടിക്കകത്തുള്ള ജീർണതയാണ് അത് വിളിച്ചു ഓതുന്നത്. ഇത്രയും കാലം പ്രതിപക്ഷത്തിരുന്നിട്ടും കോൺഗ്രസ് ഒന്നും പഠിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ദുഃഖസത്യം. അപ്പോൾ ഇവിടെ 3 പേരാണ് മത്സരിക്കാൻ സാധ്യതയുള്ളത്. അത് VD സതീശൻ വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു, നല്ലൊരു ഭൂരിപക്ഷം വന്നില്ല, ഭരണം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വനവാസത്തിന് പോകുമെന്ന്. ഇപ്പോൾ UDF വരികയാണ് എന്നുള്ള സങ്കല്പത്തിലാണെങ്കിൽ VD സതീശനായിരിക്കും അതിൽ ഏറ്റവും മുൻപന്തിയിൽ വരാൻ സാധ്യതയുള്ളത്. കാരണം അദ്ദേഹം നയിച്ച രാഷ്ട്രീയവും LDFന് അദ്ദേഹം നടത്തിയ പ്രതിപക്ഷ നേതാവെന്നുള്ള പ്രവർത്തനവുമെല്ലാം ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മോസ്റ്റ് പ്രോബബിൾ കാൻഡിഡേറ്റ് സതീശനാണെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കോൺഗ്രസിനെ കുറിച്ച് ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. രമേശ് ചെന്നിത്തല സീനിയർ മോസ്റ്റ് ലീഡറാണ്, എത്രയോ കാലമായി പാർട്ടിയെ നയിക്കുന്നു, KPC പ്രസിഡൻ്റായിരുന്നു, പ്രതിപക്ഷ നേതാവായിരുന്നു, ചെറുപ്പത്തിലെ മന്ത്രിയായി. ഇങ്ങനെ ഒരുപാട് അനുകൂല ഘടകങ്ങളുണ്ട്. KC വേണുഗോപാൽ മറ്റൊരു നേതാവാണ്, അദ്ദേഹം ദേശീയ തലത്തിൽ ഹൈക്കമാൻഡിൻ്റെ ഭാഗമാണ്. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ വരേണ്ട കാര്യമില്ല, പക്ഷെ താല്പര്യപ്പെടുന്നുവെന്ന് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്ന് വ്യക്തമാണ്. പക്ഷേ ഇവർ 3 പേരും മത്സരിക്കും. MLA-മാരുടെ എണ്ണം നോക്കിയാൽ വേണുഗോപാലിന് അനുകൂലമാണ്. ജയിക്കുന്ന MLA-മാരും കൂടുതൽ വേണുഗോപാലിൻ്റെ അടുത്തായിരിക്കും ആ ഗ്രൂപ്പ്. പിന്നെ ഹൈക്കമാൻഡ് ആണെങ്കിൽ വേണുഗോപാലിൻ്റെ ഉള്ളം കയ്യിലിരിക്കുകയാണ്. എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് പ്രയോജനം. കേരളത്തിലൊരു മുന്നണി രാഷ്ട്രീയ സംവിധാനത്തിൽ നല്ല പരിചയമുള്ള ആൾ രമേശ് ചെന്നിത്തല അല്ലേ? കാരണം ഒരു സീറ്റ് വലിയ രീതിയിൽ കിട്ടിയില്ല എങ്കിൽ നെറ്റ് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ മുന്നണി രാഷ്ട്രീയത്തിൽ കൂടുതൽ പരിചിതനായ വ്യക്തി തീർച്ചയായിട്ടും ഞാനത് യോജിക്കുന്നുണ്ട്. കാരണം അദ്ദേഹം ബാലൻസിങ് ആക്ടിന് കൊള്ളാവുന്ന ഒരു നേതാവാണ്. ആരെയും പിണക്കാതെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരു പ്രത്യേക ഒരു നയമാണുള്ളത്. ഒരിക്കലും മുൻകോപമുള്ളതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ കൂടെയുള്ള സഖ്യകക്ഷികളുമായി ഒരുമിച്ച് പോകാൻ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് കുറച്ചുകൂടി അഡാപ്റ്റീവാണ്. മന്ത്രിയായിട്ടുള്ള വലിയ പാരമ്പര്യം ഉണ്ട്. പിന്നെ കരുണാകരൻ്റെ നേതൃത്വത്തിലുള്ള ശിക്ഷണത്തിൽ വളർന്നത് ഒക്കെ അദ്ദേഹത്തിനെ സഹായിക്കുന്നു. ചെറിയ പ്രായത്തിലെ തന്നെ 26 വയസ്സിലൊന്നും മന്ത്രിയായി, MLA തുടർന്ന് മന്ത്രിയായി. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ അദ്ദേഹത്തിന് കുറച്ചുകൂടി ബാലൻസ് ചെയ്ത് പോകാൻ കഴിയും. ആകെയുള്ള ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് പറയുന്നത് അദ്ദേഹം പ്രതിപക്ഷത്ത് നേതാവായിട്ടിരുന്നപ്പോൾ ഭരണം ഒരിക്കൽ നഷ്ടപ്പെട്ടു. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിനെ മാറ്റിയിട്ടാണ് സതീശനെ കൊണ്ടുവന്നത്. എന്നാൽ അദ്ദേഹം രമേശ് ചെന്നിത്തലയും ആഗ്രഹിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയാകാൻ. അതിനുവേണ്ടി അദ്ദേഹം കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് 3 പേരിൽ ആർക്കും ആകാം, സാധ്യത ആർക്കും ആകാം. പക്ഷേ ജനകീയത സതീശനാണ്. MLA-മാരുടെ നോക്കിക്കഴിഞ്ഞാൽ വേണുഗോപാലിനാണ്. അപ്പോൾ ഇത് രണ്ടും വേണ്ട, സീനിയർ മോസ്റ്റ് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കാം എന്ന് തീരുമാനിച്ചാൽ അത് ഒരു പക്ഷേ രമേശ് ചെന്നിത്തല എന്ത് സംഭവിക്കുക. UDF ആകുമ്പോൾ ഇതിനകത്ത്, കാരണം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി ആകുമ്പോൾ ആ തീരുമാനം, കാരണം അറിയാമല്ലോ പാർട്ടിക്കകത്തൊരു കേഡറില്ല. പിന്നെ ജയിച്ചു കഴിഞ്ഞാൽ ആ മിനിറ്റ് മുതൽ വഴക്ക് തുടങ്ങും. ഇപ്പോഴേ വഴക്ക് തുടങ്ങിക്കഴിഞ്ഞു, നമ്മളത് കണ്ട് ആൾക്കാർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഈ ഹൈക്കമാൻഡ് പറയുന്നിടത്ത് അവസാനിക്കും എവിടെയായാലും. ഇടതുപക്ഷത്തിനൊരു 60 മുതൽ 65 സീറ്റ് വരാൻ, അതെ മാക്സിമം അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്തായാലും ഒരു ഇലക്ഷൻ ശക്തമായൊരു പ്രതിപക്ഷം ഉണ്ടാവും. രണ്ട് പ്രതിപക്ഷ പാർട്ടികളുണ്ടാവും അല്ലേ ഇത്തവണ? ഒരു ശക്തമായ LDF മാത്രമല്ല NDAക്കും പ്രാതിനിധ്യമുള്ള
ഒരു അസംബ്ലിയാണ് വരാൻ പോകുന്നത്. എന്തായാലും വളരെ ശക്തമായ പ്രതിപക്ഷവും ശക്തമായ ഭരണവും ഒക്കെ ഇതിൻ്റെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കൂടുതൽ വിലയിരുത്തൽ സാർ ആദ്യം തന്നെ സൂചിപ്പിച്ചതുപോലെ എക്സിറ്റ് പോളുകൾ വരുമ്പോഴാണ് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും മെയ് 4-ന് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ചിത്രങ്ങളിലൂടെ നമ്മൾ പ്രേക്ഷകരുടെ മുന്നിലെത്തും. എക്സിറ്റ് പോൾ വരുമ്പോൾ അതും പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കും. നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.